ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് അബുദാബി അൽ സംഹ ഗ്രീൻ ഹൗസിലാണ്. വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു അത്ഭുത ലോകം തന്നെ എന്ന് പറയാം. നമ്മുടെ നാടിനെയൊക്കെ മിസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആ ഒരു ഫീല് കിട്ടും. ഈ ബിൽഡിങ് തന്നെ അത്രയ്ക്കും അട്രാക്റ്റീവാണ്. 1 കിലോമീറ്ററോളം ഏരിയ ഉണ്ട് ഈ ഗ്രീൻ ഹൗസ് മുഴുവനായിട്ടും. ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണിത്. നമ്മൾക്കിതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. ഇതിലോട്ടുള്ള എൻട്രി ഫ്രീ ആണ്. രാത്രി 11 മണി വരേക്കും നമ്മൾക്കിവിടെ സന്ദർശന സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രൂട്ട്സും പ്ലാന്റ്സൊക്കെ കണ്ടിട്ട് വരാം. മെയിനായിട്ട് വാഴകൾ ഒത്തിരി ടൈപ്പുണ്ട്, അതുപോലെ തന്നെ മാവുണ്ട്, മുന്തിരിയുടെ വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പൊക്കെ ഉണ്ട്, പിന്നെ ബെറീസ്, ആപ്പിള്, അവക്കാഡോ, ഓറഞ്ച്, പ്ലം ട്രീസ്, പിന്നെ ആൽമണ്ട് ട്രീ, അതുപോലെ പ്ലാവ്, പൈനാപ്പിള്, പിന്നെ ചാമ്പങ്ങ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊമഗ്രനേറ്റ് ഉണ്ട്, പിന്നെ പെയറുണ്ട്, അതുപോലെ ഫിഗ് ഉണ്ട്, ചിക്കൂസ് കണ്ടായിരുന്നു, പിന്നെ അതുപോലെ പപ്പായയൊക്കെ നല്ല പഴുത്ത് നിൽക്കുന്നതാണ്. അതുകൂടാതെ വാഴക്കൊലയൊക്കെ നല്ല പാകമായിട്ടെല്ലാം പഴുക്കാറായത്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിനൊരു സുഖം കിട്ടുന്ന നല്ലൊരു സ്ഥലം. നമുക്കിപ്പോൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ അവിടെ ഇരിപ്പിടമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ദുബായ് അബുദാബി റോഡിലെ അൽ സംഹ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗൂഗിൾ മാപ്പിൽ നമ്മൾക്ക് അൽ സംഹ ഗ്രീൻ ഹൗസ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ അതനുസരിച്ച് പോയാൽ മതി. ഇത്രയും ചൂടുള്ള സമയത്തൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യുക. അബുദാബി ടെമ്പിളൊക്കെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ അവിടുന്ന് വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഗ്രീൻ ഹൗസിലോട്ട്. അപ്പോൾ ആ വഴിക്ക് തന്നെ കയറി ഇതൊക്കെ കാണാവുന്നതേ ഉള്ളൂ.
ഇൻസൈഡ് മാത്രമല്ല കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ ഉള്ളത്, ഔട്ട് സൈഡും ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒത്തിരി ഏരിയയും ഉണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്തേക്കണേ.